യൂറോപ്പിൽ തന്നെ ആദ്യത്തെ ഓറൽ ഒബീസ് പില്ലിന് UK ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. ഫൗണ്ടയോ എന്ന് പറയുന്ന GLP-1 റിസപ്റ്റർ ആഗണിസ്റ്റ് ഡ്രഗ് ഇനിയും UK നമുക്ക് പ്രൈവറ്റ് പ്രിസ്ക്രിപ്ഷൻ വഴി അവൈലബിൾ ആണ്. ഈ ഡ്രഗ് 2026 ഏപ്രിൽ 1 FDA അപ്രൂവ് ചെയ്തായിരുന്നു. അമേരിക്കയിലെ ഇൻഡ്യാനാപോളിസിലുള്ള എലൈ ലില്ലി എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫൗണ്ടയോ എന്താണെന്ന് നോക്കാം. ഫൗണ്ടയോയുടെ ഫാർമക്കോളജിക്കൽ നെയിം എന്ന് പറയുന്നത് ഓർഫോർഗ്ലിപ്രോൺ ആണ്. ഇതൊരു GLP-1 റിസപ്റ്റർ ആഗണിസ്റ്റ് ആണ്. ഇതിന് മൊഞ്ചാരോ എന്ന ഇഞ്ചക്ഷനുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. മൊഞ്ചാരോ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ്. കാരണം അത് GLP-1 അതുപോലെ തന്നെ GIP റിസപ്റ്റർ ആഗോണിസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഇനി ഈ പില്ല് വരുന്നത് കൂടി എന്താണ് നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് തന്നെയാണ്. കാരണം ഏകദേശം ഒരു 89 പൗണ്ടിനൊക്കെ 79 to 89 പൗണ്ടിന് നമുക്ക് ഒരു മാസത്തേക്കുള്ള ആ ഒരു പില്ല് കിട്ടും. നമ്മൾ ഡെയിലി ഒരു ടാബ്ലറ്റ് എടുത്താലും മതി. ഇനി ഫൗണ്ടയോ എടുത്തു കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്പിലാണ്. റെഡ്യൂസസ് അവർ അപ്പിറ്റൈറ്റ്, സ്ലോസ് ഡൗൺ അവർ ഡൈജഷൻ, ഫീൽ ഫുൾ ഫാസ്റ്റർ ഫോർ ലോങ്ങർ. ടെക്നിക്കലി നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ അളവ് നന്നായിട്ട് കുറയും. അപ്പോഴത്തേക്കും നമ്മുടെ ബോഡി വെയിറ്റ് ഗ്രാജുവലി കുറഞ്ഞു വരും. ഇതെടുത്തുകൊണ്ട് മാത്രം ഒരിക്കലും നമ്മുടെ ബോഡി വെയിറ്റ് കുറയുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഹെൽത്തി അഡൽട്ടായി മാറുകയോ ചെയ്യത്തില്ല. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഡയറ്റും കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകണം. നന്നായിട്ട് വ്യായാമം ചെയ്യണം. ഈ ഒരു ഡ്രഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക് ഒരുപാട് ഡയറ്റ് കൺട്രോൾ ഉണ്ട്. എന്നാൽ ഈ ഫൗണ്ടയോയ്ക്ക് അത്രയ്ക്കും വലിയൊരു ഡയറ്റ് കൺട്രോൾ ഇല്ലെന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനോടും അതുപോലെ തന്നെ ഫാർമസിസ്റ്റിനോടും ഒക്കെ ചോദിച്ച് നിങ്ങൾ ഇതിനൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ മാത്രം ഈ ഡ്രഗ് ഉപയോഗിക്കുക. എല്ലാ മരുന്നിനെ പോലെ തന്നെയും ഇതിനും സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവനവൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്.